കറിവേപ്പിൻ ചെടിയുടെ തണ്ടിൽ ഉറുമ്പുകളെ കൂടാതെ വേറൊരു തരം പ്രാണികളെ കണ്ടോ? അവയാണ് എഫിഡുകൾ. ഉറുമ്പിൻ പശു എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഈ പ്രാണികളിൽ നിന്ന് ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉണ്ടാവും. ഉറുമ്പുകൾക്ക് അത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രാണികളെ ഉറുമ്പുകൾ വളർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് ഇതുപോലത്തെ വേറൊരു പ്രാണീനെ കാണാറുള്ളത് പയർ ചെടിയിലാണ്. ധാരാളം അതിന് മണ്ടരിങ്ങ എന്നാണ് നമ്മളിവിടെ നാട്ടിൽ പറയാറ്. ഇഷ്ടം പോലെ കാണും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രാണികൾ സാധാരണ കറുപ്പ് നിറമാണ്. ഇത് ഏകദേശം ഒരു ക്രീം കളറാണ് കറിവേപ്പിൻ്റെ ചെടിയിലുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? മിക്കവാറും രാവിലെ നനയ്ക്കാൻ പോകുമ്പോഴാണ് ഇത് കാണാറ്. അപ്പോൾ കയ്യിലുള്ള ആകെ ഒരു ആയുധം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പൈപ്പ് തന്നെ. അപ്പോൾ അത് വെച്ച് വെള്ളം ശക്തിയായിട്ട് ചീറ്റിക്കും. അപ്പോൾ ഉറുമ്പുകൾ ആദ്യം പോവും. ഈ അഫിഡുകൾ കുറച്ചുകൂടെ പറ്റി പിടിച്ചിരിക്കുന്ന ജീവികളാണ്. അവയെ തുരത്താൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്, കൂടുതൽ നേരം വേണം. അപ്പോൾ അവയൊക്കെ തെറിച്ച് പോവും. അപ്പോൾ കുറേയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. 1-2 അവിടെ ബാക്കിയുണ്ട്. എന്നാലും ഒരുവിധമൊക്കെ പോയി എന്ന് പറയാം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കാണുന്ന അത്ര നേരത്തെ കണ്ട അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും മടി പിടിക്കുന്നു മാത്രം. ഇത് വെള്ളം ചൂറ്റിച്ച് കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ക്ലിപ്പാണ്. ഇലകളുടെ ഏണുകളിലൊക്കെ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട്. അത് അവിടെ വെള്ളത്തിൻ്റെ ശക്തി അത്ര കിട്ടില്ലല്ലോ. എന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഒരു 90% പോയി എന്ന് വരും. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവും.